ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്ന പച്ചക്കള്ളം ശംസുൽ ഉലമക്കെതിരെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ ജനങ്ങളോട് സംസാരിക്കുന്നത്. അതിനിടയിൽ തന്നെ മൂപ്പര് പറയാണ് ശംസുൽ ഉലമ മഹാനുമാണ്. എങ്ങനെ യോജിക്കാൻ പറ്റുക? അതേ മനുഷ്യൻ ഇപ്പൊ പറഞ്ഞതാണ്, ഇപ്പൊ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ശംസുൽ ഉലമ മിനിറ്റ്സ് തിരുത്താൻ ശ്രമിച്ചു എന്നുള്ള വളരെ വലിയ അപരാധമല്ലേ? അതും സമസ്തയുടെ മിനിറ്റ്സ് ഇപ്പോൾ പറഞ്ഞതാണ്, 25 കൊല്ലം മുമ്പല്ല, ഈ കഴിഞ്ഞ ആഴ്ച മർക്കസിന്റെ സമ്മേളനത്തിന് മുമ്പ്. എന്നിട്ട് അതേ സമയത്ത് എനിക്ക് മറ്റൊരു അഭിമുഖം, എന്താ നിങ്ങൾ പറഞ്ഞത് പണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി? അത്തും പിത്തുന്നല്ലേ? എന്നത് പിത്തും അത്തുമാണ്. ആ വിധത്തിലേക്ക് എത്തി നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഞാൻ പറയുന്നു, അങ്ങനെ ശംസുൽ ഉലമയെ ആക്ഷേപിച്ചവർ തന്നെ ശംസുൽ ഉലമ കിടന്നുറങ്ങിയ നടന്നുപോയ ഒരു വഴിയെപ്പോലും പുണ്യമുള്ള മനസ്സിനെ വിജൃംഭിപ്പിക്കുന്ന ശരീരത്തെ വികാരം കൊള്ളിക്കുന്നതാണെന്ന് ഇതേ കാന്തപുരം ഈ ആഴ്ച തന്നെ പറയാം. കേട്ടോളൂ. 1960കളിലാണ് ഞാൻ വെല്ലൂരിൽ പഠനം നടത്തുന്നത്. ബാഖിയാത്തിന്റെ ശില്പമനോഹരമായ കെട്ടിടം കണ്ണിൽപ്പെട്ടതും അവിടെ പഠിച്ചു പിരിഞ്ഞ മഹത്തുക്കളായ ഗുരുവര്യന്മാരുടെ ഓർമ്മകൾ മനസ്സിൽ തിരതല്ലി. ചാലിലകത്തും ശംസുൽ ഉലമയും കോട്ടുമലയും എല്ലാറ്റിനുമുപരി എന്റെ ഹൃദയത്തിന്റെ ഉൾക്കണ്ണായ ഷേഖുന ഓക്കെ ഉസ്താദുമൊക്കെ തൊട്ടുരുമ്മി നടന്ന വഴികളും കിടന്ന സ്ഥലങ്ങളും സ്പർശിച്ച ചുമരുകളുമൊക്കെ കേൾക്കണം പ്രിയപ്പെട്ടവരെ. ശംസുൽ ഉലമക്കെതിരെ കേസ് കൊടുത്തവർ പറയുന്നു, ശംസുൽ ഉലമ തൊട്ട ചുമരിന്റെ പ്രത്യേകത, ശംസുൽ ഉലമ നടന്ന വഴിയുടെ പ്രത്യേകത, പരവതാനി വിരിച്ച് നടക്കുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ മഹത്വങ്ങളെ പോലെ കണ്ടുകൊണ്ട് ആ മഹത്വത്തിന് തുല്യമായി കണ്ടുകൊണ്ടാണ് ശംസുൽ ഉലമയെ സ്നേഹിച്ചു പറയുന്നത്. ഇതേ മനുഷ്യൻ ഒരേ സമയത്ത് പറയുന്നു ശംസുൽ ഉലമ സമസ്തയുടെ മിനിറ്റ്സ് തിരുത്താൻ വന്നു. ഇയാൾക്ക് എന്താ പിടിപെട്ടത് എന്ന് ഞാൻ പറയേണ്ടതില്ല, അയാൾ തന്നെ പറഞ്ഞു എന്നാ പറഞ്ഞത് ഞാൻ. എന്നിട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ കർണാടക ഏതായാലും ഇപ്പൊ വായിക്കുന്നില്ല, കാരണം നിങ്ങളൊക്കെ കന്നഡക്കാരാണ്. ഞാൻ വായിച്ച പേരോട് ഇംഗ്ലീഷ് വായിച്ചതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉണ്ടാവുമെങ്കിലും നിങ്ങൾക്കത് തിരിയൂ, അതുകൊണ്ട് ഞാനത് ചുരുത്തുന്നു. ഇപ്പോ ഈ മർക്കസ് സമ്മേളനമായപ്പോ നമ്മൾ നോക്കൂ, ഈ വേദിയുടെ പ്രത്യേകത മഹാന്മാരായ ഉസ്താദുമാർ, സയ്യിദുമാർ. നമ്മളെ വേദിയുടെ പ്രത്യേകത പറഞ്ഞിട്ടല്ലേ ജനങ്ങൾ ക്ഷണിക്കുക? നമ്മൾ സമ്മേളനത്തിന് വരുന്ന ജനങ്ങളോട് നമ്മൾ എന്താ പറയാ? ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ? മഹാന്മാരായ ഉസ്താദുമാരും സയ്യിദുമാരും പാണക്കാട്ട് തറവാട്ടിലെ സ്നേഹധന്യരായ ആത്മീയ നിമിഷങ്ങൾ നമുക്ക് മുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഹബീബിന്റെ താവടിയിൽപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കൾ സയ്യിദുമാർ നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടെന്നല്ലേ നമ്മൾ പറയാ. എന്നിട്ടല്ലേ സമ്മേളനത്തിലെ ആളെ ക്ഷണിക്കുക. ഈ മർക്കസ് സമ്മേളനത്തെ കുറിച്ച് സമദ് സാഹിബ് പറഞ്ഞില്ലേ? സമദ് സാഹിബ് പറഞ്ഞപ്പോ മാന്യത കൊണ്ട് അങ്ങനെ പറഞ്ഞത്, ഞാനെന്നാൽ അതിന്റെ പഴയ ആളായതുകൊണ്ട് കൃത്യമായിട്ട് പറയാ. ആ സമ്മേളനം മർക്കസ് മഹാമഹം എന്നാണ് പണ്ട് പറയാറുള്ളത്. ഇപ്പൊ അതിന് മർക്കസ് മഹാമഹം എന്നേ പറയാൻ പറ്റുള്ളൂ, അത്രേ പറയാൻ പറ്റുള്ളൂ. മർക്കസ് സമ്മേളനത്തിന് പോയി വന്ന് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, രാമന്തലി, ഇത്രത്തോളം ഈ SKSSFകാർക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഈ സമ്മേളനത്തിലേക്ക് വന്നതിൽ ബസ് ഒരുപാട് വന്നിട്ടുണ്ട്, അത്രേ ബസ് ഒരുപാട് വന്നിട്ടുണ്ട്, സീറ്റൊക്കെ ബാക്കിയാ. സീറ്റ് ബാക്കിയാണ്, പകുതിയിലധികം സീറ്റ്. അന്ന് ഇവിടെ കർണാടകയിലാണ് ഞാൻ പ്രസംഗിച്ചത്. കർണാടകയിലെ ഏതൊരു പ്രദേശത്ത് ഞാൻ പ്രസംഗിക്കുന്നുണ്ടെന്ന്. ഇവിടുന്ന് കഴിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഇന്ന് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസം, എല്ലാവരും ദുആ ചെയ്തുള്ളൂ, ഒരൊറ്റ സാധനം ഇവിടെ ഉണ്ടാവില്ല, ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോഴാരോ പറഞ്ഞു, അല്ല 5 പോവാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ പോവാത്തത്? കാരണമില്ല, ഇന്ന് മനസ്സ് അംഗീകരിക്കുന്നില്ല. ഷഹാദത്ത് കലിമക്ക് നമ്മൾ പറയുന്ന സിഫത്തുണ്ടല്ലോ, എന്താ? മനസ്സൊക്കെ അറിഞ്ഞുകൊണ്ട് ചെല്ലണം. അതുപോലെ ഇപ്പൊ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് പോവാൻ പറ്റുന്നില്ല. ഇത്രേ പലർക്കും കഴിയുന്നില്ല. അന്ന് ഞങ്ങൾ പറയാറുണ്ട്, സഖാഫിമാരിൽ ബിരുദധാരികളായി വരുന്ന പുതിയ സഖാഫിമാരെ സമൂഹത്തിന് സമർപ്പിക്കുമെന്ന് പറയാറുണ്ട്. അന്ന് വരെ തെരഞ്ഞെടുത്ത് ആരാണെന്ന് നോക്കാൻ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് 13 ആളുകൾക്ക് ഈ പ്രാവശ്യം ബിരുദം കൊടുത്തില്ല. 13 സഖാഫിമാർക്ക് ബിരുദം കൊടുത്തില്ല. ഇവിടെ നിന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു, അതിൽ 7 പേർ ഞങ്ങൾ ആളുകളാണ്. തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് തിരിച്ചറിയും. നിങ്ങൾ കൊടുക്കാത്ത 13 പേരിൽ 7 ആള് ഞങ്ങൾ ആളുകളാ. കുടുങ്ങിയില്ല നിങ്ങളിപ്പോ. അതെങ്ങനെ ഇനിയിപ്പോ തിരിച്ചറിയാ? ബാക്കിയുള്ള നിങ്ങൾ തന്നെയാണ്. നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞു നോക്കൂ. ലോകത്ത് ഇങ്ങനെ കുടുക്കിയ ഈ ഊരാക്കുടുക്കൽ ഇതുപോലെ ലോകത്ത് ആരും കുടുങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? സ്വന്തം അനുയായികൾ മുന്നിൽ വെച്ച് ഇത് നമ്മളതാണോ അല്ല ഇങ്ങളതാണോ നമ്മളതാണോ അല്ല ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഗതികേടാണിപ്പോ. ചില ഉസ്താദുമാര് ഈ ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിച്ച് പറയാനത്രേ, നിങ്ങൾക്ക് സനത് തരാട്ടോ, കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ.
എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഒരു മാസം നിങ്ങൾക്ക് സമയം തരാം. നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ കാരന്തൂരിൽ വെച്ച് അസ്സഖാഫി ബിരുദം ഞാൻ കൊടുക്കും. അത് ഉസ്താദ്മാരൊന്നും വരൂല. കാരണം എന്താണ്, അവിടുത്തെ പേരിൽ സഖാഫി ബിരുദം കൊടുക്കുമ്പോൾ അങ്ങനെ ഉസ്താദ്മാരൊന്നും വരാൻ പറ്റൂല. അതുകൊണ്ടാ പറഞ്ഞത്. മൂട്ടേക്കൊല്ലാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഇരുമ്പൊലൊക്കെ എടുക്കാറുണ്ടോ? അത് കയ്യിലിങ്ങനെ പിടിച്ചിങ്ങനെ ആക്കുമല്ലുള്ളൂ. അപ്പൊ അത്ര കൊണ്ടുള്ളൂ. ഉസ്താദ്മാരൊന്നും അതിനില്ല. കാരന്തൂർ കുറച്ച് ആളുകളുണ്ട്. ഞാനും അവിടെ പഠിച്ചു വന്ന ആളാണ്. അപ്പോ ഇപ്പൊ അങ്ങനെ പറയുന്നത് രാമന്തലിക്ക് കിതാബ് ഓതിയിട്ടില്ല, രാമന്തലിക്ക് അറിയില്ല എന്നാ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു, ഞാൻ കിതാബ് ഓതി വലിയ അറിവുള്ള ആളാണ്. കാരണം എന്താ, എന്റെ ഉസ്താദ് AP ഉസ്താദാണ്. ഇത് ഞാൻ കളവല്ല പറയുന്നത്. എന്റെ ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാരാണ്. എന്റെ ഉസ്താദ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരാണ്. എന്റെ ഉസ്താദ് സാക്ഷാൽ PPP മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ്. അണ്ടോണ ബാക്കവിയാണ്. ഇതൊക്കെ എന്റെ ഉസ്താദുമാരാണ്. ഞാൻ കിതാബ് ഓതി എന്ന് പറയുന്നില്ല, ഇതൊക്കെ എന്റെ ഉസ്താദുമാരാണ്. ഇനി അവരോട് ചോദിച്ചു, നിങ്ങൾ ഓതി കൊടുക്കലായിരുന്നോ പണിയല്ല ആരെങ്കിലും ഇരുന്ന് വിമർശിക്കലായിരുന്നോ? എനിക്കറിയില്ല. നിങ്ങളെ നേതാക്കൾ ഇങ്ങനെയൊക്കെ കുറ്റം പറയണോ? ഏപ്പിനോട് ദേഷ്യമുണ്ട് സ്വന്തം പോയി പറഞ്ഞാൽ ഇങ്ങനെ പരസ്യം പറയണോ? ഞാൻ വെല്ലുവിളിക്കുന്നു, എനിക്ക് കിതാബ് ഓതാൻ അറിയില്ല, ഞാൻ കിതാബ് ഓതിയിട്ടില്ലെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നു, കർണാടകയിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഹെലികോപ്റ്റർ സംഭാവനയായി നേർച്ചയാക്കിയ നേതാവിന് ഏത് കിതാബാണോ അറിയുന്നത്? നിങ്ങളെ കേരള സംസ്ഥാനത്ത് ഒരുപാട് ജനറൽ സെക്രട്ടറിമാരുണ്ട്, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിമാർ. അവരേതായാലും കിതാബ് തലതിരിച്ചു പിടിച്ചാൽ ഞാൻ നേരെ തന്നെ പിടിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ കിതാബ് ഓതിയിട്ടുണ്ടോന്ന് പരിശോധിക്കാൻ വരികയാണല്ലേ? ഞാനെന്നാ വെല്ലുവിളിക്കുന്നു. സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വന്നാൽ പോലും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അത്യാവശ്യം നിങ്ങളെ പുതിയ ഇവിടെ ഈ പരിസരത്തുള്ള കാളിനേക്കാൾ നന്നായിട്ട് തോന്നിച്ചിരിക്കും. എന്റെ നാട്ടുകാരാണ്, എനിക്ക് പറയാലോ ധൈര്യമായിട്ട്. ഞാൻ ആരെയും പരിഹസിക്കല്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം. ഇവിടെയുള്ള ആളുകൾ ഇപ്പൊ ഇങ്ങനെയാണ് പ്രചരണം നടത്തുന്നത് ഓരോ സ്ഥലത്തും. അപ്പൊ പിന്നെ ഇവിടുന്ന് പറഞ്ഞ എല്ലാ നാട്ടിലും എല്ലാവരും കേട്ടോളൂല്ലോ. എല്ലാ സ്ഥലത്തും പോയി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇത്ര സ്ഥലത്ത് നിന്ന് ഒന്നിച്ച് പറഞ്ഞ എല്ലാവരും കേട്ടോളാം. ഇങ്ങനെയാണിപ്പോ, ഇതാണ് ഇവരുടെ അവസ്ഥ. എന്നിട്ടോ സാധുക്കൾക്ക് കിതാബ് തിരിയോ? അതില്ല. താനും ഞാൻ ഓർക്കുകയാണ്, ഒരു സഖാഫി വന്നിട്ട് കോഴിക്കോട് ടൗണിലെ മർക്കസിന്റെ 2ാമത്തെ പള്ളിയിൽ, സ്റ്റേഡിയത്തിന്റെ മുന്നിലുള്ള പള്ളിയിലിരുന്ന് എനിക്ക് കിതാബ് ഓത്തരാണ്. ഒരു ദിവസം കിതാബ് ഓത്തുന്നത് എനിക്ക് മസാല പഠിപ്പിച്ചു തന്നു. അവിടെ ഇരുന്നിട്ട് ഒരു തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്ത് ജമ്മും കസറാക്കിയിട്ട് മൂപ്പർ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ മൂപ്പര നിസ്കാരത്തിന് അസറിന് വന്നിട്ടില്ല, ളുഹറിന് നിസ്കരിച്ചാണ്. സഖാഫി വന്ന് ഇയാളോട് ചൂടാവാണ്. എന്താ കാരണം? ഈ നിസ്കരിച്ചോടോ? ഇല്ല. ഇപ്പോഴും നിസ്കരിച്ചില്ല. ഞാൻ നേരത്തെ നിസ്കരിച്ച ഉസ്താദെ, ഞാൻ ജമ്മാക്കിയതാണ്, മുന്തിച്ച് ജമ്മാക്കിയതാണ്. എങ്ങനെ നീ ജമ്മാക്ക? നിന്റെ യാത്ര മുറിഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, എങ്ങനെ ഉസ്താദ് യാത്ര മുറിയാ? ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ മുറിയുന്നാണോ? അപ്പൊ ഇയാള് പഠിച്ചത്, ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റിന്റെ പരിധി കഴിഞ്ഞാൽ യാത്ര മുറിഞ്ഞു, ജമ്മും കസറിന്റെ പരിധി കഴിഞ്ഞു എന്നാ. എന്ത് വിവരക്കട! ഇതല്ലേ സഖാഫിമാര്? ഇതല്ലാത്ത നല്ല സഖാഫിമാരുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ചാനലുകാര് അന്ന് ഈ വിവാദം നടന്നു. പേരോട് ഉസ്താദ് ബഹുമാനപ്പെട്ട മൂപ്പര പേര് മകൻ തന്നെ പറയാണ്. ഞാൻ ഇനി വിമർശിച്ചൊന്ന് പറയണ്ട. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ബലൂൺ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നടന്ന ആ സമയത്ത് അന്ന് ചാനലുകാർ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഉള്ളതിലും അല്ലാത്തതായ ചാനലുകളെ കുറിച്ച് ചോദ്യം ചോദിച്ചു. സഖാഫി എന്ന് പറഞ്ഞാൽ ചാനലുകാർ പറയുന്നതാണ്, നമുക്കറിയില്ല. സഖാഫി എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവെന്നല്ലേ അർത്ഥം? എനിക്ക് അഭിപ്രായമില്ല, എനിക്കറിയൂല. അങ്ങനല്ലേ അർത്ഥം എന്ന് ചോദിച്ചിട്ട് അവരെന്നെ ചോദിക്കുകയാണ്, സഖാഫി ആവാൻ സംസ്കാരം വേണ്ടതുണ്ടോ? അവരെ ചോദ്യമാണ്. പക്ഷെ എന്നെ ചാനലുകാർ ആ സമയത്ത് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മറുപടി അറിയാൻ പറ്റില്ല. ഇപ്പൊ പറയാണ്, ബിരുദം നേടി വന്ന സ്ഥാപനത്തിൽ നിന്ന് അതേ സംഘടനയോടൊപ്പം പ്രവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ സംസ്കാരം ആവശ്യമില്ല. അതിന് സംസ്കാരം ആവശ്യമില്ല. പക്ഷെ സംസ്ഥയുടെ പാതയിലേക്ക് കടന്നു വരണമെങ്കിൽ സംസ്കാരം വേണം. സംസ്കാരമുള്ള വന്നോളൂ ഇങ്ങോട്ടേക്ക്. അങ്ങനെ വരുന്നവരെ നമ്മളെ പ്രിയപ്പെട്ട പേരോട് ഉസ്താദ് പറയാറുണ്ട്. അതൊക്കെ പേടാന്നാ മൂപ്പര് പറയാറുള്ളത്. എന്നാൽ മലയാളം പഠിച്ച് നിങ്ങൾ കർണാടകക്കാരായിരിക്കും, എന്നാലും മലയാളത്തിൽ ഞാൻ പറയാം, അതിന് 2-3 അക്ഷരം ഒഴിവാക്കിയ മൂപ്പര പേര് കറക്റ്റാവും, പേരോട് എന്നുള്ളതിൽ. അപ്പൊ അങ്ങനെ പരിഹസിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഞങ്ങളെ സ്ഥിരമായി പരിഹസിക്കും, ഒരുപാട് പരിഹസിച്ചു. അപ്പൊ ഞങ്ങൾ അന്നൊന്നും അദ്ദേഹത്തോട് പ്രതികരിച്ചില്ല. കാരണം എന്തായിരുന്നു പ്രതികരിക്കാതിരുന്നതിന്റെ കാരണം? ഞങ്ങൾക്കറിയാം ഇത് വേറെ എവിടെ പോയി വീഴാനുള്ള സാധനമാണെന്നറിയാം, അതുകൊണ്ട് മിണ്ടിയില്ല. ഏതുപോലെ നമ്മൾ പഴയ നാട്ടിൻപുറത്തൊരു കഥ പറയാറുണ്ട്. ഒരു കുട്ടി എല്ലാവരും ചീത്ത പറയത്രേ. ആ കുട്ടിക്ക് ഒരാൾ ചീത്ത വിളിച്ചപ്പോ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തപ്പോ കുട്ടി പറഞ്ഞു, ഇത് നല്ല പരിപാടിയാണല്ലോ, ചീത്ത വിളിച്ചപ്പോ ജ്യൂസോ? അപ്പൊ തൊട്ടടുത്ത് കണ്ടു എന്നാൾ പറഞ്ഞു, എന്ത് പരിപാടി ചങ്ങായി, ചീത്ത വിളിച്ചതിനാണ് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തത്? അങ്ങനെ കഴിഞ്ഞ കുറച്ച് അപ്പുറത്ത് പോയി. ഈ കുട്ടി കരുതി നല്ല ജ്യൂസാ കിട്ടിയത്. അപ്പൊ നല്ലൊരു തടിമാടൻ അപ്പുറത്തിരിക്കുന്നുണ്ട്.
അയാളോട് പോയിട്ട് ഇതേപോലെ വിളിച്ചു. മൂപ്പരടുത്ത് നിന്ന് കിട്ടി ജ്യൂസ് അല്ല പെരുന്തല്ല്. അപ്പൊ ഇയാൾ ചോദിച്ചു എങ്ങനെയുണ്ടത് പരിപാടി? ഞാൻ എന്തുകൊണ്ടാ ജ്യൂസ് വാങ്ങിക്കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ടേ ഒരേ ഗ്രൂപ്പുകാരല്ലേ, ഒരേ കുടുംബക്കാരാണ്. അപ്പൊ ഞാൻ തച്ചാലും മോശമല്ലേ, ഞാൻ തിരിച്ചു പറഞ്ഞാൽ മോശമല്ലേ, അതുകൊണ്ട് ഞാൻ നല്ല മരുന്ന് കൊടുത്തതാണ് എന്ന് പറഞ്ഞു. അതുപോലെ പേരോടിന് ഞങ്ങളെ പലതും പറഞ്ഞപ്പോഴും ഞങ്ങളൊന്നും പറഞ്ഞില്ല. മൂപ്പര് കരുതി ഇത് നല്ലൊരു ശൈലിയാണ്, എല്ലാവരെയും ഇങ്ങനെ വിമർശിക്കാം. അങ്ങനെ കുട്ടിയെ വിമർശിച്ചു, MLA വിമർശിച്ചു, കുടുംബത്തെ വിമർശിച്ചു, ഒക്കെ വിമർശിച്ചപ്പോ അതാ വരുന്നു കുട്ടിക്ക് കിട്ടിയ പോലത്തെ തല്ല്. ആരെ ഭാഗത്തുനിന്ന്? പോലീസ് ഒരു ഭാഗത്തുനിന്ന്, ചിൽഡ്രൻസിന്റെ പീഡനവുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ലൈന്, അങ്ങനെ അതങ്ങനെ ഒന്നിച്ചു വരാൻ തുടങ്ങിയപ്പോ മൂപ്പര് വിറക്കാൻ തുടങ്ങി. പിന്നെ മൂപ്പര് ചില സ്ഥലത്തൊക്കെ പൊങ്ങും, ചില സ്ഥലത്ത് കാണൂല. ഏതുപോലെ മൂപ്പര് ഒരു ആരോപണം ഉണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോഴും നേലുണ്ടാവും, ചിലപ്പോഴും നേലുണ്ടാവില്ല. ആ പറഞ്ഞതിന് അല്ലാഹു കൊടുത്ത ശിക്ഷയത്. കേരളത്തിലെ ഒരു പണ്ഡിതനെ ഈ വിധം അപമാനിക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറിയിറങ്ങേണ്ട അവസ്ഥ, അതും റബീഉൽ അവ്വൽ 11 തന്നെ ജുമുഅയുടെ തൊട്ടു മുമ്പ് ഒരു മുസ്ലിം പണ്ഡിതനെ അപമാന ഭാരത്താൽ തലതാഴ്ത്തി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോയെങ്കിൽ അത് ഹബീബിനോട് കളിച്ചതിന് പ്രതിവിധിയാ. അത് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ ഫല. അതാ അനുഭവിച്ചത്. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മർക്കസ് സമ്മേളനത്തിന്റെ അതിഥിയായിട്ട് ആരാ പരിചയപ്പെടുത്തിയത്? ഇതാ പത്രത്തിൽ വന്നതാണ്. ഈ മർക്കസ് സമ്മേളനത്തിന്റെ മുമ്പ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഈ മർക്കസ് സമ്മേളനത്തിന്റെ പ്രത്യേകത ആരാ? മാണിക്യം പങ്കെടുക്കുന്നുണ്ട് സമ്മേളനത്തിൽ. അങ്ങനെ തന്നെ പത്രസമ്മേളനത്തിലുള്ള മാണിക്യം. അപ്പൊ എന്താ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഏതാണാവോ മാണിക്യം? സ്റ്റേജിലോ കമറുലുലമാന്ന് ഏതായാലും മുമ്പിലില്ല, പിന്നെ ഏതാ മാണിക്യം? അപ്പോഴാ മനസ്സിലായത്, കുറെ കാലമായി നമ്മളെ മൂരി മൂരിന്ന് ഇങ്ങനെ വിളിക്കാറുണ്ടല്ലോ. SKS വരെ കാണുമ്പോൾ മൂരി മൂരിന്ന് വിളിക്കുക, ആല എന്നൊക്കെ പറയും, ചേളാരി ആല, ചേളാരിയിലെ ആല. അപ്പോഴൊക്കെ നമുക്കൊരു സമാധാനമുണ്ട്, നമുക്കൊരു ഓഫീസ് ഉണ്ട്, നാടുണ്ട്, ആ ഓഫീസിന്റെ കേന്ദ്രമാണ് ചേളാരി എന്നുള്ളത്. ഇവർക്ക് അതുമില്ല. ഇവരെ കാണുന്ന ലോകത്തുള്ള എല്ലാ പെട്ടിക്കടന്റെ മേലെ ഒട്ടിക്കുന്ന പോസ്റ്റർ അല്ലാതെ സ്വന്തം എന്ന് പറയാൻ പോലും ഇവർക്ക് കേന്ദ്രമില്ലാത്തതുകൊണ്ടല്ലേ പേരിൽ അറിയപ്പെടാത്തത്. ഇവർക്ക് അല്ലെങ്കിലും എന്താ നന്മ ചെയ്യാൻ കഴിയുക? ഞാൻ കുറെ ഓർത്തിട്ടുണ്ട്, എവിടെയും ഫിത്ന ഉണ്ടാക്കല്ലാതെ നന്മ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ ആലോചിച്ചു, എന്താ പഠിച്ചാൽ ഇവർക്ക് പറ്റിയൊരു ഉദാഹരണം. അപ്പോഴാ കണ്ണൂരിന് ട്രെയിനിൽ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തി ഒരാൾ നടന്നു വരുന്നു, പെട്ടെന്ന് നല്ല സൂട്ട് കേസൊക്കെ ആയി വരുന്ന ആളെ ഒരൊറ്റ വീഴല അവിടെ. ഞാൻ കരുതി എന്തത് പറ്റിയത്? അപ്പോഴാ നോക്കുമ്പോൾ കണ്ടത് ഇയാളെ കാലിന്റെ അടിയിൽ പഴത്തിന്റെ തോല് കുടുങ്ങിയതാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്ക് പറ്റിയ ഉദാഹരണം. സ്വയം എഴുന്നേറ്റ് നിൽക്കൂല, എഴുന്നേറ്റ് നിൽക്കുന്നവരൊക്കെ തള്ളിയിടും. പഴത്തിന്റെ തോലാണ് ഇവരെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടൊരവസ്ഥയായിരുന്നത്. അതാണ് ഇവരുടെ സംഘടനയുടെ പേര്. അപ്പൊ ഇങ്ങനെ ഈ നാട്ടിലുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും മറ്റും പരിഹസിച്ച് നടന്ന് ഹബീബിനെ ചീത്ത പറഞ്ഞു നടന്നവർക്ക് അവസാനം സ്വന്തം സമ്മേളനത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി നമ്മളെ മൂരിന്നും പോത്തുന്നും ആലെന്നും പറഞ്ഞു നടന്നവർക്ക് എന്തുകൊണ്ടത് പറയുന്നതെന്ന് ചിന്തിച്ചു നടക്കുന്ന അപ്പോഴാ മനസ്സിലായത്, ഈ മാണിക്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ചെറിയ ഒരു പശുവാണത്രേ. ഈ പശുവിനെ മർക്കസ് സമ്മേളനത്തിൽ കൊണ്ടുവന്ന് സമ്മേളന നഗരിയിലെ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് പലതോടുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞുകൂടായിരുന്നു, തലയോട്ടി പ്രദർശിപ്പിക്കുന്നു എന്നൊക്കെ. പശു ഉണ്ടാവും, അതുകൊണ്ട് കാണാൻ വരുന്നത് പത്രത്തിലുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ ഒലീവ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഉണ്ടാവും. ഗിന്നസ് ബുക്കിൽ കയറിയ മാണിക്യം എന്ന പശുവിനെ പ്രദർശനശാലയിൽ കൊണ്ടുവരും. ഇത് പത്രസമ്മേളനം നടത്തി AP അബ്ദുൽ ഹക്കീം, സി ഫൈസി ഇവരൊക്കെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. ചിന്തിച്ചു നോക്കുക ഒരവസ്ഥ ചിന്തിച്ചു നോക്കൂ. അതുപോലെ ഇവിടെ ഞാൻ വളരെ സന്തോഷത്തോടെയും ദുഃഖത്തോടെയും ഓർക്കുന്ന സംഭവമുണ്ട്. ഈ കഴിഞ്ഞ കർണാടക യാത്രയിൽ നമ്മളെ ബെല്ലാരിയിൽ വെച്ച് ഒരു സ്വീകരണം നടന്നു. ബെല്ലാരി ഞാനും പോയിട്ടുണ്ട്. ബെല്ലാരിയിൽ നടന്ന സ്വീകരണം ഉച്ചക്കാണ്. മലയാളത്തിൽ ബെല്ലാരി എന്നാണ്. ഞാനിത് കന്നഡ പത്രമല്ല, സിറാജ് എടുത്തത്. കണ്ട സൈഡ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവില്ല, കീറിയതുകൊണ്ട് തന്നെ സിറാജാന്നുള്ളത്. അപ്പൊ ഈ സിറാജിൽ ഇതിൽ പറയുന്നു ബെല്ലാരി, ഇതിൽ ബെല്ലാരി എന്ന് കാണിക്കുന്നു. ആയിക്കോട്ടെ, ബെള്ളാരി. നിങ്ങളും ഭാഷ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത് കുറച്ച് സഹിച്ചേക്ക്. അപ്പൊ ബെള്ളാരി, ഈ ബെള്ളാരിയിൽ നടന്ന സ്വീകരണം അതിനൊരു പ്രത്യേകത ഉണ്ട്. നട്ടുച്ചക്ക സ്വീകരണം. ഈ സ്വീകരണം ബഹുമാനപ്പെട്ട സിറാജാണ്, ഇതൊരിക്കലും ലൈഫ് ആവൂല, സിറാജ് ആയതുകൊണ്ട് തന്നെ. ഈ സിറാജ് പറയുന്ന ബെള്ളാരി സ്വീകരണം നട്ടുച്ചക്ക് ജനലക്ഷങ്ങൾ പങ്കെടുത്തു. റെഡി, നല്ല കാര്യം. പക്ഷെ കാന്തപുര ഉസ്താദാണല്ലോ വന്നത്. ഉസ്താദ് വന്നാൽ എന്തെങ്കിലും ഒരു അത്ഭുതം വേണ്ടേ? നട്ടുച്ചക്ക് സ്വീകരണം വന്നപ്പോൾ ആ നാട് മുഴുവൻ ഇരുട്ടായി. ഒന്നുകിൽ അല്ലെങ്കിൽ
കമറുലുലമയാണല്ലോ വന്നത്. അപ്പൊ ഷംസിന് തോന്നി, സൂര്യന് തോന്നി, നമ്മളെ സഹോദരനല്ലേ വന്ന് സുഹൃത്ത്, അതുകൊണ്ട് ഒരു 5-8 സൂര്യനൊന്ന് ഇറക്കി കൊടുക്കാം. നട്ടുച്ചക്കുള്ള സ്വീകരണത്തിന്റെ ഫോട്ടോ ഈ കാണുന്നത്, അത് സൂം ചെയ്തോളാം ക്യാമറ. ഇതിന്റെ മേലെ കാണുന്നത് എന്താ? 8-9 സൂര്യൻ. നട്ടുച്ചക്ക് സൂര്യനാണല്ലോ കണ്ടത്, അല്ല വൈറ്റ് ലാമ്പാണോ സംശയമുണ്ട്. അപ്പൊ സംഭവം എന്താ? ഇയാള് കൂടിയ വേറെ ഏതോ സമ്മേളനം രാത്രി നടന്നതിന്റെ ഫോട്ടോ എടുത്ത് സിറാജിന്റെ ഫസ്റ്റ് പേജിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ജനലക്ഷങ്ങൾ പങ്കെടുത്ത ബെല്ലാരിയിലെ കർണാടക യാത്രാ സ്വീകരണം. ഇത് സിറാജാണ്. അപ്പോ ഒരു കാര്യം ഉറപ്പായി, ഇത് നട്ടുച്ചയല്ല, രാത്രിയാണ്. അല്ലാതെ ഇത്ര സൂര്യൻ ഉണ്ടാവില്ലല്ലോ, അല്ലാതെ സൂര്യൻ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. അല്ല മൂപ്പര് വന്നതിന്റെ പേരിൽ ഇരുട്ടായി, അത് മൂപ്പർക്ക് പറ്റുന്ന യോഗ്യതയാണ്. ഏതായാലും രണ്ടു രസമാണ്. ഇങ്ങനെ വന്നൊരു സമ്മേളനവും പരിപാടി കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് ഏതാന്ന് പറഞ്ഞാല്, ഇങ്ങനെ ഇല്ലാത്തത് പറയുന്നവരുടെ ശൈലിയുണ്ട്. പണ്ട് മർക്കസിന്റെ ഒരു സമ്മേളനം നടന്നു. സമ്മേളനത്തിന്റെ സമസാഹിബ് പറയുന്നത് ഞാൻ കേട്ടത്, അന്നൊക്കെ നമ്മൾ അപ്പുറത്താണല്ലോ. ഈ മനുഷ്യൻ നല്ലതാന്ന് തെറ്റിദ്ധരിച്ചൊരു കാലഘട്ടം മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, അള്ളാഹു പുറത്തുവരട്ടെ. ആ കാലഘട്ടത്തിൽ ഇയാളെ അംഗീകരിച്ചു പോയത്. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ കരുതി മർക്കസിന്റെ സമ്മേളനത്തിനൊക്കെ പോവാറുണ്ട്. അപ്പൊ മർക്കസ് സമ്മേളനത്തിന്റെ വലിയ ചിത്രം പുറത്തു വന്നു, ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ചിത്രമാണ്. പക്ഷേ മർക്കസ് സമ്മേളനത്തിൽ ജനലക്ഷം പങ്കെടുത്തെങ്കിലും കുന്നമംഗലത്തെ കാരന്തൂരിലെ തേക്കിൻ ചുവട്ടിലെ, അങ്ങനെയാണ് ആ സ്ഥലത്തിന്റെ പേര്, ആ തേക്കിൻ ചുവട്ടിലെ സമ്മേളന നഗരിയുടെ സൈഡിൽ വലിയ കടല്. ഞാൻ അത്ഭുതപ്പെട്ടു, പഠിച്ചോനെ. സമസായി പറയുന്നത് കേട്ടപ്പോ നമ്മൾ പോകുന്നതിന് ശേഷം അവിടെ കടലും ആയോ? അങ്ങനെ സംഭവിച്ചോ? അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പ്രസംഗത്തിന്റെ ബാക്കി കേട്ട് എന്താ സംഭവത്. സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിന്റെ ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് ഇതാണ് മർക്കസ് സമ്മേളനം എന്ന് പറഞ്ഞതാ. അപ്പൊ എനിക്ക് തോന്നി, ഇവർ വേണമെങ്കിൽ നാളെ മറുപടി പറയുമ്പോൾ വന്ന് പറയും, മർക്കസിലേക്ക് ജനങ്ങൾ ഒഴുകി, അപ്പോൾ കടലിനും തോന്നി പോകണമെന്ന്, അങ്ങനെ കടലും പോയി മർക്കസ് സമ്മേളനത്തിലേക്ക് എന്ന് വേണം നാളെ വിശദീകരിക്കും. കളവ് പറഞ്ഞ് കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി ലോകത്ത് ഇത്രയേറെ മെനക്കെട്ടൊരു വിഭാഗത്തെ